യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless you all this morning time. ഒരു ദിവസം കൂടെ വിശുദ്ധ സഭായോഗത്തിനായി ഒന്നിച്ചുകൂടി വരുവാൻ ദൈവം നൽകിയ നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I praise the Lord that God has given us another opportunity to come together as a Sunday service. നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ ആരോഗ്യവും ദൈവകൃപയും അവസരവും നൽകിയ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. I praise the Lord that God has given us good health and an opportunity to stand with the word of God in front of you. ഇന്ന് പകൽ നിങ്ങളോട് വചനം പങ്കുവയ്ക്കാൻ ദൈവം എനിക്ക് നൽകിയ നിയോഗം എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഒരു ആത്മീയ ചിന്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എൻ്റെ ഉള്ളിൽ നൽകിയ നിയോഗം. Today for our meditation, God has inspired my heart to talk to you from Ephesians chapter 6 verses 11, 12 and 13. ഞാനത് വായിക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേദപുസ്തകം ഓപ്പൺ ചെയ്ത് ദയവായി ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്നു. ഞാൻ വായിക്കുകയാണ്. 11-ാമത്തെ വാക്യം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാസേനയോടും അത്രേ. അടുത്ത വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. Ephesians chapter 6 verses 11, 12 and 13. It reads like this. Put on the whole armor of God, that you may be able to stand against the schemes of the devil. For we do not wrestle against flesh and blood, but against the rulers, against authorities, against the cosmic powers over this present darkness, against the spiritual forces of evil in the heavenly places. Therefore, take up the whole armor of God, that you may be able to withstand the evil day, and having done all, to stand firm. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ അവൻ്റെ സ്കീംസുകളെ നാം അറിയാത്തവരല്ലോ. 2 Corinthians chapter 2 verse 11 we read like this. We would not be outwitted by Satan, for we are not ignorant of his designs or schemes. ഈ 2 വാക്യങ്ങളിൽ നിന്ന് ഒരു തലവാചകം ഞാൻ ഈ സന്ദേശത്തിന് കൊടുക്കുകയാണ്. I want to bring a title to my sermon today. Know the schemes of the devil. Know the schemes of the devil. പിശാചിന്റെ തന്ത്രങ്ങളെ അറിയുക. Resist the schemes of the devil. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. And defeat the schemes of the devil. പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കുക. ഒന്ന്, പിശാചിന്റെ തന്ത്രങ്ങളെ അറിയണം. First we have to know the schemes of the devil. രണ്ടാമത് അതിനെ എതിർത്ത് നിൽക്കണം. Number 2 we have to resist against the schemes of the devil. മൂന്ന്, അതിനെ തോൽപ്പിക്കണം. Then we have to defeat those schemes. രക്ഷിക്കപ്പെട്ട അന്നു മുതൽ നാം ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് ഒരാളോട്. From the day that you got saved, you have declared a war against someone. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയെ സ്ഥാപിക്കുകയാണ്. The day that you are born again, you are saying goodbye to the previous master that was ruling over your life, and we are going under the mastership of a new master. ഒരാളെ ഹൃദയത്തിനകത്തുനിന്ന് പിടിച്ചിറക്കി വിട്ടിട്ട് വേറെ ആളെ കയറ്റി വെക്കുമ്പോൾ ഇറക്കി വിട്ട വ്യക്തിക്ക് നമ്മളോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. So when you are saying goodbye to someone who was staying in your heart for long time, that person will declare a war against you. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ അന്നു മുതൽ നമ്മുടെ ആത്മമണവാളനെ കാണുന്ന അന്നു വരെ ഒരു പോർക്കളത്തിലാണെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. So the reality is that we have to recognize from the day that you got saved until we reach our master face to face one day, we are in a battlefield in Christian life. ഈ വായിച്ച വാക്യങ്ങളിൽ ആരോട് അല്ല നമുക്ക് യുദ്ധം, ആരോടാണ് നമുക്ക് യുദ്ധം എന്ന് പറയുന്നുണ്ട്. From the verses that we read today, it is clear that who are we fighting against and who are we not fighting against. ജഡരക്തങ്ങളായ മനുഷ്യരോടല്ല നമ്മുടെ യുദ്ധം. So our war is not against our brothers and sisters, our own flesh and blood. ഏതൊരു ദൈവ പൈതലിനും യുദ്ധം 3 പേരോടാണ്.
So for a child of God, the war is against three personalities. വേദപുസ്തകത്തിന്റെ വാക്യഭാഷയിൽ പറഞ്ഞ ലോകം, പാപം, പിശാച് ഇവരോടാണ് ദൈവമക്കൾക്ക് യുദ്ധമുള്ളത്. So the war that we declare is against the world, sin and Satan. നമ്മളൊന്ന് മനസ്സിലാക്കണം, കാൽവരി ക്രൂശിൽ നമ്മുടെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് എതിരെയുള്ള ആയുധത്തെ പിടിച്ചു വാങ്ങിയെടുത്ത് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു നേതാവ്, സേനാ നായകനായി നമ്മുടെ ഒരു യുദ്ധത്തിനായി ഉണ്ട്. The children of God has a courage that our God has disarmed the enemy on the cross of Calvary. അപ്പോൾ നമ്മള് ഒന്നാമത്തെ ചിന്ത, നമ്മൾ യുദ്ധക്കളത്തിലാണ്. So number one thing that we have to understand is that a child of God is in a war field. നമ്മുടെ ശത്രു സാധാരണക്കാരനായ മനുഷ്യനല്ല. Our enemy is not someone very simple. അവൻ പവർഫുൾ ആണ്. He is powerful. Our enemy is powerful. അവന് ഒത്തിരി സ്കീംസുകളുണ്ട്. The enemy has many schemes. ഈ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് കൊരിന്ത്യ സഭയോട് ചോദിക്കുമ്പോൾ അവർക്കറിയാമായിരുന്നു. They knows the schemes of devils. അവർ പിശാചിന്റെ തന്ത്രങ്ങൾ അവർക്കറിയാമായിരുന്നു. So when Paul asked, that you are not ignorant about the devices of the evil, that means that the church at that time knew the schemes of the devil. ക്രിസ്തീയ യാത്രയിൽ നമ്മെ പുറകോട്ട് വലിക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന സ്കീംസുകളെ നിങ്ങൾ അറിഞ്ഞിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുവാൻ, അതിനെ തോൽപ്പിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണം. In our Christian life, we have to recognize the schemes that enemy will bring forth in order to defeat you. Only if you recognize the schemes, then only you can resist against it. കുഞ്ഞുങ്ങളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടത് ഈ ഭൂമി കൊണ്ട് തീർക്കാനുള്ളതല്ല. നമുക്ക് യുദ്ധം ജയിച്ച് നാഥന്റെ കൂടെ തേജസ്സിൽ പോകേണ്ടവരാണ്. അതുകൊണ്ട് ഇവിടെ പരാജയപ്പെട്ടു പോകരുത്. We are born again and saved and baptized, not just to live in this world, but we have an ultimate goal to be with our Master Lord. അപ്പോൾ ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളൊരു പോർക്കളത്തിലാണ്. So number one, let us realize this, that we are in a battlefield every day. ജഡരക്തം കൊണ്ടല്ല നമുക്ക് പോരുള്ളത്. And our war is not against our flesh and blood. അവിടെ തന്നെ കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ കൊടുത്തൊരു വാക്ക് 10:4 ഇങ്ങനെ വാക്യം കൊടുത്തിട്ടുണ്ട്. 2 കൊരിന്ത്യർ 10:4, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവശക്തിയുള്ളൂ. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീയവുമല്ല, ജഡരക്തങ്ങളോടുമല്ല, പിന്നെ ആടെന്നറിയാം, പിശാചിനോടും അവന്റെ തന്ത്രത്തോടുമാണ് നമ്മുടെ യുദ്ധമുള്ളത്. The weapons of our warfare are not carnal but mighty through God to pulling down the strongholds of the enemy. പഴയ നിയമത്തിൽ ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ വന്ന സ്കീംസുകൾ, ശത്രുവിൻ്റെ പോരുകളെ അറിഞ്ഞതും അതിനെ എതിർത്തതും അതിനെ ഡിഫീറ്റ് ചെയ്തുമായ ഒരു സംഭവമാണ് നിങ്ങളെ ഇന്ന് പകൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. In the Old Testament, there is a character in the Bible that a man of God who was able to realize the schemes of the enemy, who resisted those schemes and defeated those schemes. നെഹമ്യാവിന്റെ പുസ്തകം എടുത്ത് നെഹമ്യാവിന്റെ പുസ്തകം, If you would turn with me to the book of Nehemiah, 4, 5, 6 ആധാരമാക്കിയാണ് 7 സ്കീമുകൾ, 7 തന്ത്രങ്ങൾ, പിശാച് നമുക്കെതിരെ ഒരുക്കുന്ന 7 തന്ത്രങ്ങളാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. based on chapter 4, 5 and 6, I want to bring in front of you 7 schemes that enemy put forward against him. ഇനി നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ പുസ്തകത്തിൽ തന്നെ ആയിരിക്കണം. And if you would pay attention to that book, നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, പ്രവാസത്തിലേക്ക് ജനത്തെ കൊണ്ടുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. so the book of Nehemiah is based on the time that the children of God were under captivity. ഇസ്രായേലിനെ പ്രവാസത്തിൽ കൊണ്ടുപോകുന്നത് 3 ഘട്ടമായിട്ടായിരുന്നു. So they were taken into captivity in 3 different sections. തിരിച്ച് അവർ മടങ്ങി വരുന്നത് 3 പേരുടെ നേതൃത്വത്തിൽ 3 ഘട്ടമായിട്ടാണ് മടങ്ങി And വന്നത്. they returned from the captivity under the leadership of 3 different people at 3 different times. ഒന്നാമത് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന് അവർ ആലയം പണിതു. So number one, when they came back from captivity under the leadership of Zerubbabel, they built the temple. രണ്ടാമത് എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ മടങ്ങി വന്ന് ആരാധന പുനഃസ്ഥാപിച്ചു. And number two, when they returned under the leadership of priest Ezra, they re-established the services of the tabernacle. മൂന്നാമത് അവർ മടങ്ങി വരുന്നത് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന് യെരുശലേമിന്റെ മതിൽ അവർ പണിതു, റീസ്റ്റോർ ചെയ്തു. Number three, under the leadership of Nehemiah, they came back and rebuilt the walls of Jerusalem. നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഈ നെഹമ്യാവിന്റെ കാലത്ത് ആരാധനയുണ്ട്, ആലയമുണ്ട്. So during Nehemiah's time, there was the temple and worship going on. ആലയം നല്ലതുപോലെ സെരുബാബേൽ നേതൃത്വത്തിൽ പണിത് വെച്ചിട്ടുണ്ട്. So because they already built the temple under the leadership of
Zerubbabel. ആരാധന കുറവൊന്നുമില്ല, നല്ല ആരാധനയുണ്ട്. And the sacrifices and worship were there. പക്ഷേ ആ കാലഘട്ടത്തിൽ യെരൂശലേമിന് മതിലുകളില്ല. But at that time, what they were lacking was the wall in the city of Jerusalem. ഒന്നാമത്തെ രണ്ടാമത്തെ വാക്യം നമ്മൾ നോക്കിക്കേ. If രണ്ടാമത്തെ you look വാക്യത്തിൽ into chapter 1 verse 2, സ്കോളേഴ്സിന്റെ അഭിപ്രായത്തിൽ നെഹമ്യാവിന്റെ സഹോദരനാണ് ഹനന്യ എന്ന് പറയുന്നുണ്ട്. According to scholars, Hananiah is mentioned as thought as the brother of Nehemiah. ചേട്ടനെ അല്ലെങ്കിൽ അച്ചാച്ചനെ അല്ലെങ്കിൽ കസിൻ ബ്രദർ ആയിരിക്കാം. അവരെ കാണാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് പോകുകയാണ്. So in order to see their brother or cousin, they were going to the palace. പോയപ്പോൾ ഹനാനിയുടെ കൂട്ടുകാരെയും കൂടെ കുറച്ചുപേരെ കൂട്ടി. And Hanani took some of his friends with him. അവരെ കുശല സംഭാഷണങ്ങൾ നടത്തുകയാണ്. ഏബൽ ശ്രദ്ധിക്കുന്നുണ്ട്, കുശല സംഭാഷണം നടത്തുകയാണ്. And Hanani and the brothers were talking. They were sharing the news. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ നെഹമ്യാവ് ചോദിച്ചു, നമ്മുടെ ആലയത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു? So as during their conversation, Nehemiah asked, what is the news from the city of Jerusalem? How is the temple and everything going? സഹോദരന്മാർ പറഞ്ഞ മൂന്നാമത്തെ വാക്യത്തിൽ സഹോദരന്മാർ പറഞ്ഞ പദമുണ്ട്. And in verse 3 you can see what the brothers were talking. ഞങ്ങൾ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. Now they were saying that we are in great affliction and reproach. മനസ്സിലായില്ല. ഹനാനി എന്താ പറഞ്ഞേ? ഹനാനി എന്താ പറഞ്ഞേ? So what is Hanani talking now? ഹനുമോൻ എന്താ പറഞ്ഞേ? എന്താ ഹനുമോൻ പറഞ്ഞേ? ഞങ്ങൾ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. So they were saying that we are in great affliction and reproach. ചോദിച്ചേ, എന്താ നിങ്ങളുടെ പ്രശ്നം? So ask them, what is their problem? കോവിഡ് പിടിച്ചു. Is that the COVID their problem? ഭാര്യ വീട്ടിൽ നിന്ന് പോയി. And their wife left them. ഞങ്ങളുടെ രോഗം പിടിച്ചു. And we are sick. ഞങ്ങൾക്ക് പണമില്ലാതായി. We are financially lost. അതൊന്നുമല്ല താൻ പറഞ്ഞത്. No, that is not that they meant by great affliction. ഞങ്ങൾ കഷ്ടത്തിലായെന്ന് പറഞ്ഞാൽ പിന്നെ സഹിക്കാം. No, they didn't just say that we are in affliction. ഞങ്ങൾ മഹാകഷ്ടത്തിലാണ്, അപമാനത്തിലാണ്. But they are saying that we are in great affliction and reproach. എന്താ ഹാനാനി നിന്നെ ഇത്രമാത്രം കഷ്ടത്തിലാക്കിയ വസ്തുത? So what is this great affliction that Hanani and his brothers are സഹോദരന്മാർ ഒറ്റ talking വാക്കിൽ about? ഇങ്ങനെ പറയും, This is what they said in one word. ഞങ്ങളുടെ ആലയത്തിൽ യെരൂശലേമിന്റെ മതിലിടിഞ്ഞു കിടക്കുകയാണ്. The wall of Jerusalem is broken down. ആലയത്തിന്റെ യെരൂശലേമിന്റെ മതിലിടിഞ്ഞതാണോ മഹാകഷ്ടം? So the broken down walls of Jerusalem is great affliction to them. അതാണോ മഹാകഷ്ടം? Do you think that could be a great affliction? എന്നെ നോക്കിക്കല്ലോ, അതാണോ മഹാകഷ്ടം? എന്താ ഇത്രമാത്രം നിങ്ങളെ ഇത് ബോധർ ചെയ്യുന്നേ? So why this lack of wall in Jerusalem is bothering those brothers so much? ആലയമില്ലായിരുന്നെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ. So if they had no temple, then we can say no temple. ആരാധന ഇല്ലെങ്കിൽ ഓക്കേ, ഇതൊന്നും ആവശ്യമില്ലാന്ന് വെക്കാം. So if they didn't have sacrifices going on, we can deny those facts. മനോഹരമായ ആലയമുണ്ട്, മനോഹരമായ ആരാധനയുണ്ട്. There is a great temple and great services going on. പക്ഷേ ഇത് തമ്മിൽ ലോകവും സഭയും തമ്മിൽ വാതിരിക്കുന്ന മതിലില്ലാതായിരിക്കുന്നു. But the wall that was separating their city from the rest of the world is destroyed now. What is the purpose of wall? വാളിന്റെ ഉദ്ദേശം എന്താ? കേട്ടെ, എസ്കേൽ 42:20 ഒന്ന് എടുത്തിട്ട്, എസ്കേൽ 42 എല്ലാവരും നോക്കണം വാക്യങ്ങൾ. To talk about the wall, let us look at Ezekiel chapter 42 verse 20. സംഭവിക്കാൻ പോകുന്ന മില്ലേനിയം ടെമ്പിളിനെ കുറിച്ച് എസ്കേൽ പറഞ്ഞിരിക്കുന്നത്. So Ezekiel is having a vision about the millennium temple to come. ആ മില്ലേനിയം ടെമ്പിൾ പണിയുമ്പോൾ പറയുന്ന ഒരു പദമാണ്, അവര് നീളം വീതിയെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിക്കണമല്ലോ. 4 പുറവും അളന്നു, വിശുദ്ധമായതും കേട്ടാ വായിക്കണം, വിശുദ്ധമായതും to make a separation between the holy and unholy, അത് തമ്മിൽ വേർതിരിച്ചു നിർത്താൻ മതിൽ പണിഞ്ഞു വെച്ചു. So they were building a wall in order to make a separation between the holy and the common. ഹനാനി, നിന്നെ ഈ മതിൽ പണിഞ്ഞു കിടക്കുന്നത് ഇത്ര ബോധറിയാൻ കാര്യമെന്താ? So what is the reason that Hanani is bothered this much about the lack of a temple in the city of Jerusalem? നല്ല ആരാധനാലയമുണ്ട്. No, they have a good temple. നല്ല ആരാധനയുണ്ട്. They have a good service. പക്ഷേ ശത്രു ഞങ്ങൾ അകത്ത് വന്നു കയറി ഞങ്ങളെ അൺഹോളിയാക്കാൻ സാധ്യതയുണ്ട് ഈ മതിലില്ലെങ്കിൽ. But there is the lack of separation between the world and the city of Jerusalem. The wall is missing there. മതിൽ പൊളിഞ്ഞു പോയെന്ന് ആരെങ്കിലും ബോധറിയുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോളൂ,
എന്റെ കുഞ്ഞിനും എന്റെ ലോകത്തിനുമിടയിൽ ഒരു മതിൽ വേണം. എന്റെ സഭയ്ക്കും ലോകത്തിനുമിടയിൽ ഒരു മതിൽ വേണം. If anyone is worried that, the wall between the world and your child, the wall between your family and the world is broken down, you have to take it in the spirit and pray about that. അശുദ്ധവും വിശുദ്ധവും തമ്മിൽ ഒന്നിച്ചു കൂടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേർപാട് മുഖമുദ്രയാക്കിയ പെന്തക്കോസ്ത് സഭയെ, ദൈവത്തിന്റെ മക്കളെ, ഈ പകൽ പറയുന്നു, മതിൽ പൊളിഞ്ഞെങ്കിൽ കരയാൻ ജനം തയ്യാറാകണം. Oh, if the wall is broken, there is a chance that the holy and the common will get mixed together, and that should not happen. Take up that burden and pray for the wall, for the city. എൻ്റെ പ്രിയ സ്നേഹിതരെ, ആരാധന നല്ലതുപോലെയുണ്ട്, ആലയമുണ്ട്. പക്ഷേ ആരാധനാലയത്തിനും ലോകത്തിനുമിടയിൽ മതിലില്ലെങ്കിൽ അപമാനിക്കപ്പെടും. മതിൽ കെട്ടി വെച്ചിട്ട് വിശുദ്ധമായതിനെ വിശുദ്ധമായി തന്നെ കണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവജനം തയ്യാറായിക്കോണം. Though you have a temple and worship service, everything is there, but if you are lacking a wall that separates the world from the holy, you have to take it seriously and pray that there would be a wall of separation. എന്തിനാണ് മതിലെന്ന് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു. ഒത്തിരി കാര്യങ്ങളുണ്ട് മതിൽ എന്തിനാന്ന് പറഞ്ഞു. രണ്ടാമത്, മതിലിനെ യിരെമ്യാ പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകം എഴുതുമ്പോൾ ഈ മതിലിനെ ഒരു വ്യക്തിയോട് താരതമ്യം ചെയ്ത് പറയുന്നുണ്ട്. So the wall represents many things. The first one I already said in the book of Jeremiah considers or compares the wall with a person. നോക്കിക്കോ, എടുത്തു വെച്ച് നോക്കിക്കോ, സമയം തരാം, എടുത്തു നോക്കിക്കോ. മൊത്തം 7 സ്കീമും പറയാൻ പറ്റിയില്ലെങ്കിലും പകുതി വെച്ച് നിർത്തിക്കൊള്ളാം ഞാൻ. രണ്ടാമത്തെ വിലാപങ്ങൾ 2:18 മുതൽ 20 വരെ വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. Book of Lamentations chapter 2 verse 17 through 20. 18 to 20 എന്ന് വായിച്ചേ. 18 മുതൽ വായിച്ചേ, ഒന്ന് നോക്കിക്കേ. കണ്ടോ, അവിടെ വിളിക്കുകയാണ്. താങ്ക് യു അമ്മേ. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും കരഞ്ഞു പ്രാർത്ഥിക്കുക. അടുത്തത്, നിനക്ക് തന്നെ സ്വസ്ഥ വയ്ക്കരുത്, നിന്റെ കണ്ണിന് വിശ്രമം കൊടുക്കരുത്. 19 വാക്യം വേഴ്സ് 19. രാത്രിയിൽ രാമാരംഭത്തിൽ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? മതിൽ നിലവിളിക്കണം. നിന്റെ ഹൃദയത്തെ, ആരുടെ ഹൃദയത്തെ? മതിലിന്റെ ഹൃദയത്തെ വെള്ളം പോലെ പോർ ഔട്ട് ചെയ്യണം. മതിലിന്റെ ഹൃദയത്തെ സ്വസ്ഥമാക്കി നിർത്തരുത്. വീതികളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കൈകൾ മലർത്തണം. മതില്. So describing and calling upon the walls of the daughters of the Zion, the prophet is saying that you have to cry for the children who are on the streets and don't stop crying. So referring to the wall of the daughters of Zion, the prophet is prophesying, asking them to cry and pray. ഹൃദയം നിറഞ്ഞ് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽ ദൂത് പറയാം. With my heart filled up, let me tell you this. മതിൽ പൊളിഞ്ഞാൽ, if the wall is broken down, കരയുന്ന മതിലാ നിങ്ങൾ ഓരോരുത്തര്. you all are the crying wall. നിങ്ങളുടെ സഭയുടെ പ്രൊട്ടക്ഷനാ നിങ്ങൾ. You are the protection of your church. നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രൊട്ടക്ഷനാ നിങ്ങൾ. You are the protection of your child. നിങ്ങൾ കരയാതിരുന്നാൽ, പ്രാർത്ഥിക്കാതിരുന്നാൽ, if you don't cry and if you don't pray, ദേശത്ത് അപമാനിക്കപ്പെടുമെന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. he will be ridiculed in the city. നിങ്ങളെ ഇന്ന് മുതൽ എനിക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ മതിൽ. So I want to call you, each and every one of you, as wall. പുറത്ത് വിശന്ന് കിടക്കുന്ന അക്ഷരീയമായ വിശപ്പ് മാത്രമല്ല, പുറത്ത് വിശന്ന് കിടക്കുന്ന ഒരു ജനം, ഒരു സമൂഹം, ഒരു കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ ബോധമില്ലാത്തത്? So if you are the wall, we have to be concerned about the hungry children, not just physically hungry but spiritually hungry children who are outside on the streets. അപ്പോൾ മതിൽ പോയെന്ന് കണ്ടപ്പോൾ ഹനാനിയും കൂട്ടുകാരും കാര്യം പറഞ്ഞു. ഈ മനുഷ്യന് വലിയ സങ്കടമായി. ഏത് മനുഷ്യൻ? നെഹമ്യാവിന് സങ്കടമായി. So because of all these reasons, wall being the protection of a city, Hanani and his friends are saying that we are in great affliction and ridicule. ഈ വാർത്ത കേട്ടപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? കൂത്തിയിരുന്നു. And once Nehemiah heard the news that the wall of the city of Jerusalem is destroyed, he sat down and cried. 4:4 വാക്യം, കുറേ നാൾ ദുഃഖിച്ചു. And Nehemiah chapter 1 verse 4, it says that he was sitting down so sad for several days. കുറേ നാളെന്ന് പറഞ്ഞാൽ അധ്യായം 1:1 അധ്യായം 2:1 കൂടെ നോക്കിയാൽ
നമുക്കറിയാം 120 ദിവസം 4 മാസം യേശു മനുഷ്യരുന്ന് കരഞ്ഞു. So if you would read chapter 1 verse 1 and chapter 2 verse 1, you can realize that that time period was 120 days or 4 months that he was sad hearing the news. ഹലോ, ഈ കരഞ്ഞ് മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? എന്നോട് കേൾക്കണേ, കേൾക്കണേ. ഈ മനുഷ്യൻ കരഞ്ഞിട്ട് 2-ാം അധ്യായം കൊട്ടാരത്തിനകത്ത് രാജാവിനെ കാണാൻ പോകുക. So after fasting and praying and crying and mourning the sad news that the wall is destroyed, he decided to go meet with the king. ഈ പുള്ളി ഒരു പ്രവാചകനോ പ്രവാശിഷ്യോ ഒന്നുമല്ല. So Nehemiah is not a prophet or the son of a prophet. ഈ പുള്ളി ഒരു ലേവിയനോ അങ്ങനെയുള്ളതായ പുരോഹിതനോ മക്കളൊന്നുമല്ല. He is not a Levite or he has no association with the priest family. പുള്ളിക്ക് നല്ല ഗവൺമെന്റ് ജോലിയുണ്ട്. So Nehemiah is a government official. അന്നത്തെ രാജാവാകുന്ന അർത്തഹ്ശഷ്ടാവ് എന്ന് പറഞ്ഞ രാജാവിന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹന ഏറ്റവും വിശ്വസ്തരെ ആ ജോലി ഏൽപ്പിക്കത്തുള്ളൂ. So Nehemiah is a very faithful servant in the palace at that time of the king at that time, Artashashta, and he is the he holds a very good position in the palace. ഒരു ദിവസം താൻ ചെന്ന് രാജാവിന് മുമ്പിൽ ഇരുന്നതായ വീഞ്ഞെടുത്ത് രാജാവിന് പകർന്നു കൊടുത്തു. So he is a cup bearer and that job will be given only to very faithful people, and one day he was serving the king. അന്ന് നോക്കിയപ്പോൾ രാജാവ് നോക്കിയപ്പോൾ ഈ മനുഷ്യന്റെ മുഖം കുണ്ഠിതപ്പെട്ടിരിക്കുന്നു. So when the king looked that day to Nehemiah's face, his face was not happy. Something wrong with the face of Nehemiah. നമ്മൾ നമ്മുടെ ബോസിന്റെ മുമ്പിൽ കുണ്ഠിതപ്പെട്ട് നിൽക്കുന്ന എന്തിനാ? So what will be the occasion that you will go not happy or angry to your boss? എന്തിനാ? കഴിഞ്ഞ മാസ ശമ്പളത്തേക്കാൾ $1 കൂട്ടി തന്നില്ലല്ലോ, തരണം എന്ന് വിചാരിച്ചാൽ നമ്മൾ കുണ്ഠിതപ്പെട്ട് നിൽക്കുന്നേ. So we will be angry when the boss does not give us increments in the salary. ഈ മനുഷ്യനോട് ചോദിച്ചു, നീ സാലറി വല്ലതും കൂട്ടി വേണോ? അവിടെ എഴുതിയിട്ടില്ല അങ്ങനെ. ഞാൻ എഴുതി പറയാം, സാലറി വല്ലതും, അതിനാണ് നിന്റെ കുണ്ഠിതപ്പെട്ട് നിൽക്കുന്നത്. So seeing the face of Nehemiah, the king thought, why are you sad? Do you need an increment in salary? It is not written there, but I'm just saying. ഇന്ന് വരെ ഈ മനുഷ്യനെ മനോദുഃഖത്തോടെ ഈ രാജാവ് കണ്ടിട്ടില്ല. The king has never seen Nehemiah with such a sad face. So the king was able to realize when the face of Nehemiah was sad. കാര്യം അവതരിപ്പിച്ചു. Nehemiah boldly but with fear in his heart explained why he was sad. അവധിയെടുത്തോളാൻ പറഞ്ഞു. So the king gave him permission, granted him leave. ഒരു അവധിയും പറഞ്ഞു എന്ന് അവിടെ ഒരു അവധി പറഞ്ഞു എന്ന് 6-ാമത്തെ വാക്യത്തിലുണ്ട്. അവധി നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. സ്കോളേഴ്സൊക്കെ പറയുന്നത് താൻ 52 ദിവസം കൊണ്ട് ആലയത്തിൻ്റെ മതിലൊക്കെ പണിഞ്ഞെങ്കിലും 12 വർഷം കഴിഞ്ഞ് അർത്ഥകഷ്ടാവിൻ്റെ ഭൂമി വന്നത്. അപ്പം 12 കൊല്ലത്തിന് അവധിയാണ് പുള്ളി ചോദിച്ചതെന്ന് ഓർത്തോണം നിങ്ങൾ. So actually it says that he said took a vacation, and if you would learn the history, he actually came back to the king's palace after 12 years. So it took him 12 years to go do what he wanted to do in his own city. 2:7 പഠിക്കുമ്പോൾ in chapter 2 verse 7, ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി ലെറ്റർ ചോദിച്ചു. So Nehemiah asked a letter from the king in order to cross the border. ഇന്നത്തെ പോലെ കർണാടകയിൽ നിന്ന് കേരളത്തിൽ പോകാൻ എന്തോ ആപ്പൊക്കെ ഇല്ല, ഒരു ആപ്പ് ക്ലിക്ക് ചെയ്ത് നമ്പറൊക്കെ അടിച്ചു കൊടുത്താൽ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ഉണ്ട്. അങ്ങനെ ആപ്പൊന്നും ഇല്ല ഇപ്പം അന്ന്. So now with the COVID thing, you need some app in order to cross even the state borders, but at that time it was not like that. ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുത്തു. So the king had to grant him permission in order to cross the border. അതിന്റെ 8-ാമത്തെ വാക്യം അവസാന വാക്യത്തിൽ കാണാം, അന്നത്തെ ഫോറസ്റ്റ് മിനിസ്റ്ററായ ആസാഫിന് വേണ്ടി ഒരു ലെറ്റർ തരാൻ പറഞ്ഞു. So Nehemiah even asked a special letter for the forest minister Asaph. എന്തിനാ? വാതിൽ പണിയാൻ നല്ല തടിക്ക്. So what was that recommendation letter for? He needed good wood in order to build the doors for the wall. ചോദിക്കുന്നതെല്ലാം രാജാവ് തരുന്നു. So the king was giving him everything that Nehemiah asked for. നമ്മളൊക്കെ ചോദിച്ചപ്പോൾ തന്നപ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? ഞാൻ ചോദിച്ചപ്പോഴെല്ലാം തന്നു, കാരണം എൻ്റെ ജോലിയുടെ എൻ്റെ ഇഷ്ടം കൊണ്ട്, എന്നോട് ഇഷ്ടം കൊണ്ട്. അവിടെ അല്ല. പുള്ളി നെഹമ്യാവ് പറഞ്ഞത് അറിയാമോ? നെഹമ്യാവ് 8-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞു. നെഹമ്യാവ് പറഞ്ഞത് അറിയാമോ? നിങ്ങൾ നോക്കി 8-ന്റെ അവസാനം, മലയാളത്തിൽ 8-ന്റെ അവസാനത്തിൽ, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ. ചേർന്ന് പറഞ്ഞേ, എൻ്റെ ഇന്ന് വരെ നമ്മൾ ചോദിച്ചൊക്കെ തന്നതേ. ഇന്ന് വരെ നമ്മൾ ചോദിച്ചപ്പോൾ, ജോലി മാറ്റം ചോദിച്ചപ്പോൾ, നന്മ ചോദിച്ചപ്പോൾ ഒക്കെ തന്നത് നമ്മൾ ചിരിച്ചു കാണിച്ചപ്പോൾ നമ്മോടുള്ളതായ പ്രൈസ്തലോ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ദൈവത്തിൻ്റെ കരം
നമുക്ക് അനുകൂലമായിരുന്നത് കൊണ്ടാണ്. Amen. Praise Nehemiah the chapter Lord. 2 verse 8 at the end, it says, according to the good hand of my God was upon me, or God's favor was upon Nehemiah. Whatever Nehemiah asked of the Lord, asked of the king, he granted it. Many a times when we get whatever we ask for, promotion what we ask for, or whatever we ask for, when we get it, we think that it is because of our quality or qualification. But to see what Nehemiah says, it is because the hand of the God was upon me. The favor of God is upon us. കർത്താവിന് വേണ്ടി ചെയ്യാൻ മനസ്സ് വെച്ച് ഇറങ്ങുമ്പോൾ കർത്താവിന്റെ കരം നിനക്ക് അനുകൂലമായിരിക്കുമെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത് നിങ്ങൾ. When you start out on a journey to do the will of God, God's hand will be with you. കഴിഞ്ഞ ദിവസം ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൻ, ഒരു കുഞ്ഞ് പാസ്റ്റർ മിഷൻ്റെ വർക്കിന് കൊടുക്കുന്നു പറഞ്ഞ ഒരു ചെക്ക്, വളരെ തുച്ഛമായ ഒരു ചെക്ക് എൻ്റെ കൊടുത്തു. So one of our brothers and our son gave me a check in order to give to a mission field. അന്നേരം ഞാൻ ബിസി ആയിരുന്നു. ഞാൻ ചെക്ക് കവർ മേടിച്ച് എൻ്റെ കൈ വെച്ചിട്ട് ആ കുഞ്ഞ് പോയി. കുറച്ച് അന്ന് രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ റൂമിൽ വന്നിട്ട് ആ ചെക്ക് എടുത്ത് വെച്ച്, കർത്താവേ, അവനും അവൻ്റെ പിതാവിനെ കൊച്ചു ജോലിയാണ്, വളരെ തുച്ഛമായ ജോലിയാണ് കർത്താവേ, ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല എമൗണ്ടാണ്, ഒരു വർഷത്തേക്കുള്ള മിഷൻ്റെ പൈസയാണ്. ഞാൻ കരം വെച്ച് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, എന്തെങ്കിലുമൊക്കെ നീ ഓർത്തോണേ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് എന്നെ വിളിച്ച് പറയുക, അജജ, എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഞാൻ അന്നേരം ഈ ആലയത്തിന് ഇരിക്കുക, ഇവിടെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടെ ബോയിലർ പൊട്ടിപ്പോയിട്ടൊരു പണി കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞെന്നെ വിളിക്കുകയാണ്. ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് കർത്താവിന് സ്തോത്രം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറായ നെഹമ്യാവേ, നിന്റെ കൂടെ രാജാക്കന്മാരോട് മിണ്ടാൻ, നേതാക്കന്മാരോട് മിണ്ടാൻ ദൈവത്തിന്റെ കരം അനുകൂലമായി ഇറങ്ങി വരുമെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. So as this child gave me, he works a small job, and his father is also not a great professional. They work in a small jobs, but he gave me 1 year's mission support for one mission field. And that night I prayed, putting my hand on the check. And a couple of days later he called me and said, Ajicha, I got a promotion in my job. And I praise God for his faithfulness, because if you would be faithful to God, God will definitely prosper you. ലെറ്ററുകളും തടിയൊക്കെ ആയിട്ട് സൈറ്റിൽ വന്നു. നെഹമ്യാവ് സൈറ്റിൽ വന്നു. So now Nehemiah got whatever we asked for of the king, and now he came to the site with the wood and everything that he needed for the work. സൈറ്റിൽ വന്നപ്പോൾ നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കണേ. ഇനിയാ നമ്മുടെ മെസ്സേജിന് അടുത്ത 20 മിനിറ്റ് നിർത്തിക്കാം. അടുത്ത ശ്രദ്ധിക്കണം. 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ യഹൂദനൊരു ഗുണം ചെയ്യാൻ വേണ്ടി ഒരുവൻ വന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. So in verse 10 of chapter 2 you can see that people did not people were displeased because someone came to help the Jews. പൊളിഞ്ഞു കിടക്കുന്ന മതിൽ പണിയാൻ തുടങ്ങിയാൽ പിശാച് എഴുന്നേൽക്കും. And the enemy will stand against you when you start rebuilding a broken wall. പൊളിഞ്ഞു കിടക്കുന്ന കുടുംബജീവിതം പണിയണം ആഗ്രഹിച്ചാൽ അപ്പം പിശാച് എഴുന്നേൽക്കും. If you want to rebuild your family that is destroyed, then the enemy will stand പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠം ഒന്ന് പണിയാൻ തീരുമാനിച്ചാൽ പിശാച് ശക്തിയോടെ എഴുന്നേൽക്കും. If you are going to rebuild the altar, then the enemy will stand against you. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാ അതിനൊക്കെ പോന്നേ? Then you may ask, then why are we going to rebuild the things which are destroyed? ഞങ്ങൾക്ക് നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥമുണ്ട്, $5000 ശമ്പളമുണ്ട്, ഞങ്ങളെന്തിനാ പോകുന്നത്? ഹാനിമോനൊക്കെ വന്ന് പറഞ്ഞിട്ട് പോട്ടെ, ഹാനിമോന് സുഖമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഹനാനി വന്ന് പറഞ്ഞതാ, ഞാനെന്തിനാ ബോധറാകുന്നേ? കംഫോർട്ട് സോണിൽ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അകത്തളങ്ങൾ നിങ്ങളെ വിളിക്ക് ഒത്തവണ്ണം അകത്തളങ്ങളിൽ മതിൽ പൊളിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ബോധേഡാകുന്ന കുറച്ചു പേരെ കർത്താവിന് ആവശ്യമുണ്ട്. Hallelujah. Nehemiah could have thought that, why should I bother about what Hanani told me? I have a well-paid job. I have my position well secured. Why should I bother about the temple of God or the walls of the temple destroyed? I should mind my own thing. But God is looking for some men and women who would stand and will take the responsibility to rebuild what is destroyed. സൻബല്ലത്തും തോബിയാവും ഹേശേറും കൂടെ ഇറക്കി വിട്ട ഒന്നാമത്തെ വെപ്പൺ 4-ാം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. So these men who were displeased about Nehemiah coming to rebuild the wall, those 3 men, their schemes, the first scheme we can see in chapter 4 verse 1. 1 മുതൽ 3 വരെ വാക്യങ്ങൾ നിങ്ങൾ ഓർത്തോ. 7 സ്കീംസ് ഞാൻ 20 മിനിറ്റോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ തന്ത്രം, പിശാചിന്റെ തന്ത്രം, നമ്മളെ നിന്ദിക്കുക, പരിഹസിക്കുക.
So I will conclude it soon. Let me tell you, the first scheme is that he will ridicule us. Reproach and ridicule, നിന്ദിക്കുക, പരിഹസിക്കുക. So the first scheme that the enemy will bring against you is to ridicule and reproach you. രണ്ടാമത്തെ 4:2 ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ വാക്യം നോക്കിയേ. Chapter 4 verse 2. ഈ ദുർബലന്മാർ, സത്യമായിട്ട് ഇസ്രായേൽ മക്കൾ ദുർബലന്മാരാണോ? യഹൂദന്മാർ ദുർബലന്മാരാണോ? So they were saying that, these weak men, do you think the Jewish men were weak? ലോകം കണ്ട ഏറ്റവും വലിയ ശക്തിയിൽ ഒന്നാ യഹൂദന്മാർ. So the Jews are actually the very strong power that the world has ever seen. അവർക്കുള്ള ബുദ്ധിയും അവർക്കുള്ള പണവും അവർക്കുള്ള ശക്തിയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നാ ആൾക്കാർ പറയുന്നത്. The wealth and the intellect and the power that the Jews has, the world is still to know. നമുക്കുള്ളത് പോലും പറയാതെ നമ്മളെ ദുർബലന്മാരാക്കി മാറ്റി നിർത്തി, നമ്മളെ കളിയാക്കി മാനസികമായി ഇല്ലാതാക്കി തീർത്തു കളയാൻ പിശാച് വെല്ലുവിളിക്കുകയാണ്. So the scheme of the enemy is to not even giving you what you already have and making you feel down and make you upset about that you making you think that പ്രിയ you are സഹോദരങ്ങളെ, weak. നിങ്ങളുടെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ നിരാശപ്പെട്ട ദുർബലന്മാരെന്ന് വിളിച്ച് നിങ്ങളെ ഇല്ലാതാക്കി കളയാൻ പിശാച് പൊക്കുന്ന പരിഹാസത്തെ, നിന്നയെ നിങ്ങൾ തിരിച്ചറിയണം. We have to realize the scheme of the devil in order to call you weak and you are unable to do this task. ശരീരത്തിന്റെ കളർ പറഞ്ഞ്, വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞ്, എഡ്യൂക്കേഷൻ ഡിഗ്രി ഒക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് ദുർബലന്മാരാക്കി മാറ്റി, ഇല്ലാതാക്കി മാറ്റാൻ, പരിഹാസ വിഷയമാക്കാൻ പിശാച് നോക്കുമ്പോൾ അവിടെ നമ്മൾ ഉത്സാഹമുള്ളവരായി എഴുന്നേറ്റ് പണിയാൻ തയ്യാറാകണം. When the enemy tries to bring you down by saying the color of your skin, the qualification of your education, or the ability that you have, we have to stand against and realize that it is a scheme of the enemy to destroy me and put me down, but you have to stand firm in that situation. 2:19 നോക്കിക്കേ. അവരെ Chapter 2 verse 19, if you would look. 2:19 അവരെ പരിഹസിച്ചു, നിന്ദിച്ചു എന്നൊരു പദം കൂടി 2:19. In 19 ഞങ്ങളെ പരിഹസിച്ചു, മതിയമ്മച്ചി, ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. So they were despising them and jeering them. 20 വാക്യം അതിന് പുള്ളി എന്താ ചെയ്തേ? അപ്പം അവരെ തന്ത്രം പുള്ളി അറിഞ്ഞു. നമ്മുടെ വിഷയം എന്താ? നോ, റെസിസ്റ്റ് ആൻഡ് ഡിഫീറ്റ്. പുള്ളി അറിഞ്ഞു ഉടനെ പുള്ളി ചെയ്ത് എന്താ? So Nehemiah, so our theme is that we have to know, resist and defeat. So number 1, Nehemiah knew the scheme of the enemy, and what did he do in return? അയ്യോ, എന്നെ അവർ പരിഹസിച്ചു, എന്നെ അവർ കളിയാക്കി, അതുകൊണ്ട് ഞാൻ നാളെ പള്ളിയിൽ പോകത്തില്ല, ഞാൻ നാളെ ദൈവത്തെ വിളിക്കത്തില്ല, ഞാൻ തിരിച്ച് എൻ്റെ കൊട്ടാരത്തിൽ പോവാണെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞില്ല. 20 വാക്യം പറഞ്ഞു. 20 വാക്യം വായിച്ചു. Nehemiah, after hearing the scheme of the enemy, did he say that, oh, they are ridiculing me, so I am going back seeking my own job in the king's palace? Did he say that? പുള്ളി പറയാണ്, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരാ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എന്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ട്, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. നിന്നെ അനുഭവിക്കുന്ന, പരിഹാസം അനുഭവിക്കുന്ന ആരെങ്കിലും കേൾക്കുന്ന ഓർത്ത് ചേർന്ന് പറഞ്ഞാട്ട്, സ്വർഗ്ഗത്തിൽ എനിക്കൊരു ദൈവമുണ്ട്, അവൻ ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. Hallelujah. See the attitude of Nehemiah when the enemy tried to ridicule him. In verse 20, he said that the God of heaven, he will prosper us, therefore we his servants will arise and build, but all of you have no portion. See the good attitude of Nehemiah. അവന്റെ ദാസന്മാരായ ഞങ്ങൾ, എന്റെ കൂടെ പറയാമോ? അവന്റെ ദാസന്മാരായ ഞങ്ങൾ, എന്റെ കൂടെ ചേർന്ന് പറഞ്ഞേ, അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഞങ്ങളെ പരിഹസിക്ക, ഞങ്ങളെ നിന്ദിച്ച, ഞങ്ങൾ ഒതുങ്ങി മാറത്തില്ല. ഇന്ന് പകൽ പറയുന്നു, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. Hallelujah. Let the enemy try to ridicule and reproach you, but can we say together that the God of heaven will prosper us, therefore we his servants will rise and build. 4-ാം അധ്യായത്തിലേക്ക് മടങ്ങി വന്നേ. 4-ാമത്തെ വാക്യത്തിൽ, when you come back to chapter 4 verse 6, ഇവരെ നിന്ദിച്ചു, പരിഹസിച്ചു, പരിഹാസം കഴിഞ്ഞപ്പം, after ridiculing and reproaching them, once that thing is over, 6-ാം വാക്യം എനിക്ക് ഇഷ്ടമുള്ള വാക്യം. verse 6 says, പരിഹാസം നിന്നൊക്കെ ഒരു സൈഡ് നടക്കുമ്പോൾ,
When the ridiculing is going on in one side, വേല ചെയ്യാൻ ജനത്തിന് ഉത്സാഹം തോന്നി. oh, the people were, like joining എത്ര together പേര് in എന്നോട് order to ചോദിക്കുന്നു, build. പരിഹാസം നിന്നയൊക്കെ ഒരു സൈഡ് നടക്കട്ടെന്നേ, When someone ridicules you on one side, തട്ടിപ്പൊളിച്ചോണ്ട് പോകുമെന്നൊക്കെ പറയട്ടെന്നേ, let them say that it will be ഒരു destroyed. കുറുക്കൻ കയറിയാൽ മറിഞ്ഞു വീഴുമെന്ന് പറയട്ടെന്നേ. Let them say that we are so weak. പക്ഷേ ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയാ, ഞങ്ങൾ ഉത്സാഹത്തോടെ നിൽക്കുക, ഞങ്ങൾ ചേർന്ന് പണിയാൻ പോകുക. Amen, amen. But the people of God will, join together and will work together. They will rebuild the wall of Jerusalem. രണ്ടാമത്തെ സ്കീം. ഒന്നാം സ്കീം എന്താണ്? The first scheme was, ridicule and reproach. നിന്ദകളും the first one was that reproaching and ridiculing. രണ്ടാമത്തെ നിന്ന. The second thing was, ഈ ഏഴാമത്തെ വാക്യം നോക്കി, ഏഴാമത്തെ വാക്യം അറ്റകുറ്റമൊക്കെ അങ്ങോട്ട് തീർന്നു വരുന്നു. as verse 7 says, the work is going on. ഗ്യാപ്പുകൾ, അവിടെ ഇടിവുകൾ എന്ന മലയാളത്തിൽ ഗ്യാപ്പൊക്കെ ഈ സഹോദരന്മാർ ഫില്ല് ചെയ്തു. So the brothers were filling all the gaps that they had there. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ ജയിക്കാൻ പറ്റില്ല, ഇവർ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുക. So these brothers, the Ammonites brothers realized that we probably won't be able to destroy them or defeat them. മക്കളെ, ഗ്യാപ്പ് ദൈവാത്മാവ് ഞാൻ എഴുതി വെച്ച മെസ്സേജ് അല്ലാതെ ഇങ്ങനെ പറയുന്നു, ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ബ്രിഡ്ജുകളെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന്. Oh, God is looking for someone who would fill the gaps. ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന്. God is looking for the bridges that would fill the gaps. നമ്മളെ പിടിച്ചിരിക്കുന്ന ഗ്യാപ്പ് എന്ന ജനറേഷൻ ഗ്യാപ്പാ. Oh, we are captured by this generation gap. ലാംഗ്വേജ് ഗ്യാപ്പ്. The language gap of the language. അമ്മയും നമ്മളുടെ ഗ്യാപ്പ്. The gap between father and കുഞ്ഞുങ്ങളും child. അപ്പനുമായുള്ള ഗ്യാപ്പ്. The gap between father and ഇന്ന് children. പകരാത്മാവ് ഞാൻ പറയാം, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. But God is looking for someone who would fill those gaps. ഹലോ, Amen. രണ്ട് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്ന എങ്ങനെയാ? How do we fill a gap? അതിന് ഞാൻ ഇങ്ങനെ കൊടുക്കുക, ബ്രിഡ്ജാ രണ്ടെണ്ണം തമ്മിൽ ഫില്ല് ചെയ്യുന്നത്. It is a bridge, that comes in between in order to fill it. ഗ്യാപ്പ് കൂട്ടുന്നവരാകാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ബ്രിഡ്ജുകളായി മാറുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. God is not looking for, people who would prolong the gap, but rather, God is looking for someone who would fill the gap. അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത നാലാമത്തേതിൽ കാണുന്നത് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്ന വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര കോപം ഉണ്ടായി. So once, these Ammonite brothers saw that the gaps are being filled, they were very angry against Nehemiah and his people. എട്ടാമത്തെ വാക്യം, യെരൂശലേമെ നേരെ ചെന്നു യുദ്ധം ചെയ്യേണ്ടതിനും കലക്കമുണ്ടാക്കേണ്ടതിനും അവരെന്ത് ചെയ്തു? Conspired. സെക്കൻഡ് സ്കീം ഓർ വെപ്പൺ ഓർ ചലഞ്ച് എന്ന് പറയുന്നത് കൂട്ടുകെട്ടുണ്ടാക്കുക. എന്തോ പറഞ്ഞത്? Conspiracy. കൂട്ടുകെട്ടുണ്ടാക്കുന്ന പരിപാടി. So now they are conspiring against, Nehemiah and his people in order to destroy them. എന്നെ ഒത്തിരി വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ചെവി തുറന്ന് കേട്ടോണം. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. So we have to realize the scheme of the devil. They would make conspiracy. പുള്ളി അത് മനസ്സിലാക്കി. So Nehemiah realized it. സന്ദേശം ഹെഡിങ് എന്താ? നോ the schemes. നോ, സെക്കൻഡ് വൺ Resist and defeat. പുള്ളി അത് മനസ്സിലാക്കി. So Nehemiah realized the second scheme of conspiracy. പുള്ളി റെസിസ്റ്റ് ചെയ്യാൻ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? You know what did he do in order to resist that scheme? Verse 9. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അടുത്ത പദം, Amen. അവരുടെ നിമിത്തം. ആരുടെ? ഈ കൂട്ടുകെട്ട് നിമിത്തം രാവും പകലും കാവൽക്കാർ എഴുന്നേൽക്കണം കേട്ടോ. ഇവിടുന്ന് കാവൽക്കാർ. Oh, when they realized the scheme, they made their prayer unto God, and they had to make a watch against them day and night because of the conspiracy. God is looking for watchmen, who would stand day and night. നിങ്ങളുടെ വീട്ടിന്റെ വാച്ച്മാൻമാരാ നിങ്ങൾ. You are the watchman of your house. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വാച്ച്മാനാ സഹോദരി നിങ്ങൾ. Sister, you are the watchman of your husband. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാച്ച്മാനാണ് സഹോദരാ നിങ്ങൾ. Brother, you are the watchman of your children. ഈ സഭയുടെ വാച്ച്മാൻമാരാ നമ്മൾ ഓരോരുത്തർ. Each one of us are the watchman. ഉറങ്ങാനുള്ളവരല്ല, രാവും പകലും എഴുന്നേറ്റോട് ഒരു കൂട്ടുകെട്ട് പിശാചിന്റെ പുറത്ത് നടക്കുന്നുണ്ട്. Oh, there is a conspiracy going on outside. We have to stand together as watchmen for the protection of the temple of God. മൂന്നാമത്തെ സ്കീം, ചിലപ്പോൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. The third scheme. മൂന്നാമത്തെ സ്കീം. എനിക്ക് ഇതൊക്കെ വിശദീകരിക്കണം. ഞാൻ മറ്റൊരു ഉപവാസ പ്രാർത്ഥന കാണാം. ഈ പുസ്തകം പഠിപ്പിക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടം, എന്നെ വളരെ ചിന്തിപ്പിക്കുന്നു ദൈവാത്മാവ്. മൂന്നാമത്തെ സ്കീം അവർ നമ്മോട് കാണിച്ച സ്കീം മൂന്നാമധ്യായം, നാലാമധ്യായം 4 10 മുതൽ 12 വരെ വാക്യങ്ങൾ. verses 10 through 12.
ആ കേട്ടെ, പണി ചെയ്യുന്ന ഈ മനുഷ്യരുണ്ടല്ലോ, പണി ചെയ്യുന്നവർ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് തന്നെ നോക്കി തോന്നിയപ്പോൾ ശക്തി ക്ഷീണിച്ചു പോയെന്ന് ഒരു ചിന്ത. So the Jewish men, the men who were working hard every day, they were looking at themselves and feel like the strength of the bearers of burdens is getting decayed. കല്ലും മണ്ണും ഇനി ഒത്തിരി ഉണ്ട്. നോക്കണം നിങ്ങൾ, കല്ലും മണ്ണും ഒത്തിരി ഉണ്ട്. There was much rubbish, there was much like stones in order to take. പണി ഒത്തിരി അടക്കം ചെയ്യാൻ വേണ്ടി There was so much work left to do. അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി പറ്റത്തില്ലെന്ന് പറഞ്ഞു. So they were looking at themselves and saying that we don't think we can do it. മൂന്നാമത്തെ സ്കീം നിരാശ, ഡിസ്കറേജ്മെന്റ് ആണ്. The third scheme is like a discouragement. 11ാമത്തെ വാക്യം ഞാൻ പഠിച്ചും കൂടെ. 11ാമത്തെ വാക്യം നോക്കിയാൽ 11ാമത്തെ Verse 11 if you look. നാം അറിയാതെ നമ്മെ കൊല്ലുവാൻ നോക്കുന്ന ഒരു തന്ത്രം. So in verse 11 we can see that the enemy is trying to kill them without even them knowing. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പിശാച് തന്ത്രമനീയ. So the enemy is making a scheme in order to kill them. 12ാമത്തെ വാക്യം വേഴ്സ് 12 നോക്കിക്കേ. ഈ വേല ചെയ്യാത്ത സെയിം യഹൂദന്മാർ കുറച്ച് പേര് പുറത്തേക്ക് പോണ്ട്. So there are some Jews who are not joining their hands in the work of the wall. They are standing outside. ഈ മതിൽ പണിയൊന്നും അവർക്ക് വലിയ വിഷയമൊന്നുമില്ല. So they are not caring about the wall or the temple. അവിടെ സമീപം പാർത്ത സെയിം യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് പറയുക, നിങ്ങൾ എന്തിനീ കട്ടപ്പെടും, നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നേ. എത്ര പ്രാവശ്യം പറഞ്ഞേ? എത്ര പ്രാവശ്യം? ഒരു വട്ടം പറഞ്ഞാൽ ഞാൻ പോവും, ഒറ്റ വട്ടം പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ നല്ല ഓഫർ തന്നെ ഞാൻ അന്നേരം വണ്ടി വിട്ടു പോകും. So these Jews who were not working along with the other Jews with the walls of the temple, they were saying that if they give me an offer, I would go. You know how many times they came to this working man? 10 times. അവർക്ക് ഈ ആലയം പണിയൊന്നും വലിയ വിഷയമൊന്നുമല്ല. So these Jews itself did not care about the wall. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാം, Let me tell you this. ഈ കൂട്ടുകെട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. We have to understand the conspiracy. സെയിം ഉപദേശമാന്ന് പറയും, സെയിം ചിന്തയാന്ന് പറയും, എല്ലാം സെയിം പോലെ ഇരിക്കും. അവർ വിളിക്കും, എന്തിനാ അവിടെ പോയി കിടക്കുന്നേ? അത് സംഘടനയല്ലേ, ഇനി പോര്. തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ദൈവം തയ്യാറാകണം. ഉപദേശത്തിന് വേണ്ടിയും വചനത്തിന് വേണ്ടിയും നിൽക്കുന്ന, ആലയ പണിക്ക് വേണ്ടി നിൽക്കുന്നവരെ തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കാൻ ദൈവം തയ്യാറാകണം. So we have to understand, and realize who stands for the doctrines and who stand for the kingdom of God, rather than, going under the schemes of the evil or the devil in order to distract us from the building of the wall. നിരാശ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന് ജയിക്കുവാൻ തയ്യാറാകുക. When discouragements come our way, we have to learn how to overcome discouragement. 5ാമത്തെ നിങ്ങൾ നോക്കി അടുത്ത സ്കീം കാണാം. If you would look in chapter 5, you can see the next theme. ആലയത്തിന്റെ പണിക്ക് വേണ്ടി നിൽക്കുന്ന ഈ സഹോദരങ്ങൾ, So these brothers who were working hard for the wall of the temple, അവരെ ഫീൽഡിൽ പോയി കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. they cannot go take care of their own things. അതുകൊണ്ട് 5ന്റെ 2ാമത്തെ വാക്യം, 5ന്റെ 1ാമത്തെ വാക്യത്തിൽ ഫുഡില്ല, അവരുടെ ഡെയിലി നീഡ്സിന്റെ കാര്യം അവർക്കില്ല. In chapter 5 verse 1, you can see that these brothers who are working rebuilding the wall, they don't have their own food. 5ന്റെ 2ാമത്തെ വാക്യത്തിലുണ്ട് ഉപജീവനത്തിന് ധാന്യമില്ല. 3ാമത്തെ വാക്യത്തിൽ 5ന്റെ 3 നോക്കുമ്പോൾ they are mortgaging their property. So in അവര് പണയം വെക്കാൻ തുടങ്ങി, സാധനങ്ങൾ പണയം വെക്കാൻ തുടങ്ങി. So they didn't have any more grain and they were mortgaging their field and their vineyards in order to get grain. 4ാമത്തെ വാക്യത്തിൽ അവർ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കാൻ തുടങ്ങി. In chapter 5 verse 4, now these brothers are borrowing from others. 5ാമത്തെ വാക്യത്തിൽ ഈ വിളിച്ച യഹൂദന്മാരാണ്, വേറെ യഹൂദന്മാർ അവരെ കുഞ്ഞുങ്ങളെ അടിമകളായി കൊണ്ടുപോകാൻ തുടങ്ങി. So now the other Jews who were not taking part in the rebuilding of the wall is taking the working men's children as captives. പിശാചിന്റെ തന്ത്രം ഫൈനാൻഷ്യൽ ക്രൈസിസ് കൊണ്ടിടും. So now the scheme of enemy is bringing financial crisis to the people who stand for the temple. ദൈവനാമത്തിന് വേണ്ടി നിന്ന ഈ മനുഷ്യരുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. So the men who were working hard for the rebuilding of the wall is now having a crisis financially. ഉടനെ ഈ ഗവർണർ, അന്നത്തെ ഗവർണറാണ് ആരാ? അന്ന് ഗവർണറാ 14ാം വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? 14ാം വാക്യത്തിൽ നെഹമ്യാവാ ഗവർണർ. ഹി വാസ് അപ്പോയിന്റഡ് ടു ബി their ഗവർണർ എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് 14ാമത്തെ വാക്യത്തിൽ. ഈ ഗവർണർ ദേശാധിപതി
മൂപ്പന്മാരെല്ലാം വിളിച്ചു കൂട്ടി. So now Nehemiah, who is the governor of that people, called upon all the leaders. വിളിച്ചു കൂട്ടി പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന നന്നല്ലെന്ന് പറഞ്ഞു. So he said, this is not good. What you're doing is not fair. കുറച്ചുപേർ കഷ്ടപ്പെടുന്നു, Half of your people are working hard, കുറച്ചുപേർ സുഭിക്ഷമായി കഴിയുന്നു. and the rest are, enjoying luxury. കെയറിംഗ് ആൻഡ് ഷെയറിംഗിനെ കുറിച്ച് പഠിപ്പിക്കുക. So now the governor is teaching them about caring and sharing in the community. നെഹമ്യാവിന് കോപം വന്നു എന്നൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. നെഹമ്യാവിന് കോപം വന്നു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. So if you read, you can see that Nehemiah was even getting angry about this. കോപിക്കാൻ പറ്റുമോ? കോപിക്കാൻ പറ്റത്തില്ല. Do you think the leader can get angry? പക്ഷെ കാര്യത്തോടെ വരുമ്പോൾ കോപിച്ചേ പറ്റൂ. ഗുണം പിടിക്കണ്ടേ? But in certain things, they get angry in order to get, the group go together. ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്യുന്നറിയാമോ? അവർ സമ്മതിച്ചു. So when Nehemiah advised these people about caring and sharing, they agreed his words. 12ാമത്തെ വാക്യത്തിൽ 5:12 പറഞ്ഞു, Chapter 5 verse 12. ഞങ്ങളെല്ലാം മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. He said, we will give back everything that we have taken from our brothers. അതിന്റെ 13ാമത്തെ വാക്യത്തിലുണ്ട്, ഞാൻ ഈ പറഞ്ഞതും നിങ്ങൾ എന്നോട് കൊടുക്കാമെന്ന് പറഞ്ഞ വാക്തം നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ മടിയെടുത്ത് കുടഞ്ഞിട്ട് പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ സകല സമ്പത്തും ദൈവം കുടഞ്ഞു കളയുമെന്ന് പറഞ്ഞു. So this is what Nehemiah told to the men. If you would read verse 13, if you don't give back, what you have taken from the laboring brothers, God will shake you off, like this thing. Like he was, showing this example. പിശാചിന്റെ സ്കീം നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ പിശാചിന്റെ സ്കീമാണ് നിങ്ങളെ സാമ്പത്തികമായി തകർക്കുക. So when you stand faithfully for the work of the Lord, it is a scheme of the enemy to bring financial crisis to you. അവരെ കർത്താവ് ഉയർപ്പിച്ചു. അത് മനസ്സിലാക്കിയ മനുഷ്യൻ അതിനെ റെസിസ്റ്റ് ചെയ്തു, അതിനെ തോൽപ്പിച്ച് താൻ കയറി വന്നു. But they were also able to defeat that scheme of the devil. 5ാമത്തെ സ്കീം ശ്രദ്ധിക്കണേ. The 5th scheme, if you would pay attention. 6ാമത്തെ 1 മുതൽ 4 വാക്യങ്ങൾ. Chapter 6 verses 1 through 4. 1 മുതൽ പണി തീർന്നു. 6ന്റെ 1 എന്താ? മതിന്റെ പണി തീർന്നു. So in chapter 6, ഇത്രയും നാള് ഉണ്ടാക്കിയതായ സകല സ്കീമുകളും തോൽപ്പിച്ച് കയറി വന്നപ്പോൾ പണി തീർന്നു. So in 6 chapter 1 we see that the wall is already rebuilt. ഇനി വാതിൽ മാത്രമേ വെക്കാനുള്ളൂ. So now it is only the door that is remaining. ആ സമയത്ത് ഈ തോബിയാബും ഈ ഹേശേമും എല്ലാം കൂടെ വന്നിട്ട് പറയുകയാണ്, ഒരു കോംപ്രമൈസിലേക്ക് എത്താം. So now the Ammonites are coming and telling that we will compromise with you. ഈ കോംപ്രമൈസ് എന്തെന്നറിയാമോ? So what is this compromise that they're coming for now? എന്നെ കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ എന്നെ പോലെ വെള്ളം ഇട്ടുകൊണ്ട് വരും. So in order to compromise, they have to look like me. പറയുന്ന കേട്ട യേശുവിനെ കുറിച്ചാണ് പ്രസംഗിക്കാൻ തോന്നും. So you will feel like they are also talking about Jesus. ഭയങ്കര നിത്യതയെ കുറിച്ചാണ് പറയുന്നതല്ല. And they are talking about eternity. അവർ വലിയ യോഗമൊക്കെ വിളിച്ചു കൂട്ടും. Now they will meet as we are. അവിടെ ഇരിക്കുന്നത് എങ്ങനെയാ? യോഗം വിളിച്ചു കൂട്ടിയിട്ട് യോഗത്തിലേക്ക് വരാൻ പറഞ്ഞു. So they actually scheduled a meeting and told Nehemiah and his brothers to attend their meeting. ഓരോ സമഭൂമിയിൽ അവർ യോഗം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നീ ആ സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പറഞ്ഞു. So after conducting a meeting, Nehemiah was given the invitation that you are our chief guest for the meeting, come and join. ഈ മനുഷ്യ തന്ത്രം മനസ്സിലായി. But Nehemiah was able to discern the scheme of the devil. പുള്ളി എങ്ങനെ എതിർത്തെന്ന് അറിയാമോ? You know how Nehemiah defeated and resisted? 3ാമത്തെ വാക്യം 6:3 Chapter 6 verse 3. ഞാൻ ചെയ്യുന്ന വേല എന്താണെന്ന് എനിക്കറിയാം. Nehemiah said, I am doing a great work. അങ്ങോട്ട് വരാൻ എനിക്ക് മനസ്സില്ല. And I cannot come down. ഞാൻ എൻ്റെ വേല വിട്ട് നിങ്ങൾ അടുക്കലേക്ക് വരത്തില്ലെന്ന് പറഞ്ഞു. Why should I stop the work? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു, മനസ്സിലാക്കുന്നു. പിശാചിന്റെ ഈ സ്കീമിനെ നിങ്ങൾ തിരിച്ചറിയണം. So you have to understand that scheme of devil as well. 6ാമത്തെ പുള്ളി അവർ ചെയ്ത എന്താ സ്കീം? You know what was the 6th scheme was? 6:5 വാക്യങ്ങൾ നോക്കിക്കേ. Chapter 6 verse 5 onwards. 5 പ്രാവശ്യം ആളിനെ അയച്ചിട്ട് ചെല്ലാഞ്ഞു വന്നപ്പോൾ അവരൊരു ഓപ്പൺ ലെറ്റർ. So they tried to compromise several times and asked Nehemiah to go attend their meeting. But when that did not happen, they are sending an open letter to Nehemiah. വലിയ പത്രത്തിൽ എഴുതി. So like it's a open letter that everyone can see. ഇപ്പൊ ഇങ്ങനെയല്ലേ ഭീഷണിപ്പെടുത്തുന്നത്? പത്രത്തിൽ എഴുതുന്നൊക്കെയല്ലേ പറയുന്നത്? So now that is another scheme that we see, that people would say that I will give it to the media, or they will write it in social media. ഈ മനുഷ്യനെ തകർത്തുകളാൻ ശ്രമിച്ചു. So they tried to write an open letter that everyone would know in order to destroy Nehemiah. പരസ്യ കോലമാക്കാൻ പിശാച് In order to make him in public ridicule or public shame. 7ാമത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me he defeated that scheme as well. Let me go to the 7th scheme. വാക്യങ്ങൾ. Chapter 6 verse 10 onwards. എന്താ? കാശ് കൊടുത്ത്
ഒരു പ്രവാചകനെ ഒരു വിലയ്ക്ക് വാങ്ങി. So in chapter 6 verse 10 we can see that they are borrowing a prophet against Nehemiah by paying him money. അലികാലത്തെ ഈ മതിൽ പണിയൊക്കെ നടക്കുകയാണല്ലോ, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് മെഹദബേലിൻ്റെ മകനായ ദലയാവിൻ്റെ വീട്ടിൽ ഈ മനുഷ്യൻ ചെന്നു. ആര് ചെന്നു? നെഹമ്യാവ് ചെന്നു. So Nehemiah actually went to this Mehetabel's house in order to pray because the work is going on and everything, so he went to pray. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനിരുന്നുണ്ട്. പുള്ളി പറയുകയാണ്, നീ മുടിഞ്ഞു കുത്തുവാടുക്ക്, നിന്നെ അവർ കൊല്ലും, ഇപ്പം വരുവാണ്. ഈ ദൂത് കേട്ട ഉടനെ ഈ മനുഷ്യന് മനസ്സിലായി, ഇത് പ്രവചനമല്ല, ഇത് നമ്മെ തകർക്കാൻ കാശ് കൊടുത്തിരിക്കുക. ഇത് മനസ്സിലാക്കാനുള്ള ഡിസേണിങ് സ്പിരിറ്റ് വേണം. So as soon as Nehemiah went there to the prophet in order to pray, and the prophet said, they are going to kill you and destroy you and everything. But Nehemiah, who had the discernment in order to realize that this is not from the Lord but from the enemy paid this man in order to prophesy against me. And we have to have the discernment that we will be able to realize when it is false prophecy. പ്രവചനം കേൾപ്പിച്ചൊന്നും ഞങ്ങളെ പേടിപ്പിക്കല്ലേ കേട്ടോ. So Nehemiah said, you cannot destroy me by false prophecy. ഞാൻ പ്രവാചകനാ, അത് കണ്ടു ഇത് കണ്ടെന്നു പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കല്ലേ. So he said, you cannot tell me that, I am going to be destroyed. കഴിഞ്ഞ 14 കൊല്ലമായി കർത്താവിൻ്റെ വേല 15 കൊല്ലമായി ചെയ്തിട്ട് ദൈവം ഞങ്ങളോട് പറയാനുള്ള പ്രവചനമൊക്കെ ഇതിനകത്തുനിന്ന് എല്ലാ ദിവസവും ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. So we can read all the prophecy that God has for our everyday life in this world. ഇതാണ് പ്രവചനം. This is the prophecy. ദൈവത്തിന്റെ വചനം വിട്ടുള്ള ഒരു പ്രവചനം ഇല്ലെന്നേ. There is no prophecy which is against the word of God. ആ വഞ്ചന എന്താണെന്ന് തിരിച്ചറിയാൻ നെഹമ്യാവിന് കഴിഞ്ഞു. Nehemiah was able to understand the deception in that prophecy. നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ തന്ത്രം നിങ്ങൾ അറിയണം. We have to know the strategies or the schemes of the devil against your life. പിശാച് അവന്റെ തന്ത്രം അതിന്റെ തലങ്ങളിൽ മെനഞ്ഞുകൊണ്ടിരിക്കുക. Satan will always be preparing a scheme in order to destroy you. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ചേ. If you would close your eyes. ഞാൻ വചനം മാത്രം വായിച്ചു വിട്ടതാ. I only read through the words. ദൈവത്തിന്റെ വചനത്തിൽ പിശാച് നമുക്കെതിരെ ഉണ്ടാക്കുന്ന സ്കീമുകളെ നമ്മൾ തിരിച്ചറിയണം. We have to understand the schemes that enemy will make against us. അതിനെ എതിർത്ത് നമ്മൾ നിൽക്കണം. We have to resist those schemes. എന്നിട്ട് അതിനെ തോൽപ്പിച്ചു കയറണം. And we have to defeat those schemes. ആ ദുർദിവസം കഴിഞ്ഞിട്ട് ഉറച്ചു നിൽക്കുവാനും എന്നൊരു പദമാണ് എഫെസ്യരിൽ കൊടുത്തിരിക്കുന്നത്. In the book of Ephesians it says that we have to stand firm after finishing those days. ഉറച്ചു നിൽക്കണം. In order to stand firm. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? You know what does it mean? ഒരു യുദ്ധത്തിൽ ഒരാൾ പോയിട്ട് യുദ്ധം കഴിഞ്ഞ് ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ എനിമിയെ തോൽപ്പിച്ചെന്നാണ് അർത്ഥം. After the battlefield, if it says that a man is standing firm, that means that he defeated the enemy. നമ്മുടെ കുടുംബത്തിനെതിരെ ശത്രു ഉണ്ടാക്കി വെക്കുന്ന കൂട്ടായ്മ തിരിച്ചറിയണം. You have to understand the conspiracy that enemy is making against your family life. മതിൽ പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടാൽ പണിയാൻ തയ്യാറാകണം. You have to take initiative in order to rebuild the wall of your family. കുഞ്ഞേ, മതിൽ എന്തിനാണെന്നറിയാമോ? You know why the wall? നിന്റെ പ്രൊട്ടക്ഷനാ. It is your protection. ഹോളിയും അൺഹോളിയും തമ്മിൽ മിക്സ് ചെയ്യാതിരിക്കാനാ. It is a separation between holy and common. അത് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് കാണാത്തവരെ പോലെ നടക്കരുത് കേട്ടോ. Don't be ignorant when the wall is destroyed. മനോഹരമായ ഭവനം ഉണ്ടാക്കി വെച്ചിട്ട് പൊളിഞ്ഞു കിടക്കുന്ന ഒരു മതിൽ അപമാനമാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആരാധന കൊള്ള പ്രവചനമൊക്കെ ഉണ്ട്, പക്ഷെ മതിൽ പൊളിഞ്ഞത് നീ അറിയാതെ പോകരുത്. Oh, don't be ignorant when the wall is broken down. അറിയാതെ പോകരുത്. Amen, 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 hallelujah. മതിൽ പൊളിഞ്ഞു കിടന്നാൽ പിശാച് വന്ന് നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകും. So if the wall is broken, the enemy will take your child. ഇന്ന് പകൽ ദൈവമക്കൾ തന്റെ അടുത്തോടെ പറയണം, Hallelujah. ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. Oh, can the children of God say that I will rise and build? അന്നത്തെ സഹോദരന്മാര് മൂപ്പന്മാർ ഒന്നിച്ചു നിന്നു. The leaders and the brothers at that time, they എതിരെ വന്ന സൻബല്ലത്തും തോബിയാവും ഗേശെമും ഒക്കെ ശക്തന്മാരായിരുന്നു. അവർക്കെതിരെ നിൽക്കാൻ അവർക്ക് പ്രാപ്തിയില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നത് കൊണ്ട് അവർ ശക്തിയോടെ എഴുന്നേറ്റ് നിന്ന് അവർ വേല തീർക്കാനിടയായി. Even though the enemy that came against them were strong, but the children of God, when they stood together in unity and the hand of the Lord and the favor of God was upon them, they rose up and built the wall. മക്കളെ, ലോകവുമായി കോംപ്രമൈസ് ചെയ്യാൻ അവർ നിന്നെ വിളിക്കും. They will call you to compromise with the world. ലോകവുമായി കോംപ്രമൈസ് ചെയ്യല്ല. But don't go for compromise. അവര്
പതിയിരുന്ന് നിന്നെ വിളിക്കുക ലോകവുമായി കോംപ്രമൈസ് ചെയ്യാൻ. They will call you that you to go and compromise with them. മക്കളെ, വേർപാടും വിശുദ്ധിയും നമ്മുടെ മുഖമുദ്രയാ. But understand that separation and holiness is the uniqueness of the Church of ഇത് Christ. പെന്തക്കോസ്തിന്റെ സഭയാ. We are Pentecostal people. നമ്മുടെ മുഖമുദ്ര എന്ന് പറയുന്നത് വേർപാടും വിശുദ്ധിയാ. Our uniqueness is that holiness and separation. എല്ലായിടത്തും എല്ലാം കാണിക്കാനുള്ളതല്ല ദൈവമക്കളെന്ന് പറയുന്നത്. We cannot go everywhere and join in everything. ലോകവും പാവവും പിശാചും നമ്മുടെ ശത്രുക്കളാ. The world, the sin and the enemy, Satan are our enemies. ലോകത്തിന്റെ ഇടയിൽ നമ്മളുമായി ഇടയിൽ ഒരു മതിൽ കെട്ടി വെച്ചോണം. We have to make sure there is a wall between you and the world. മതിൽ തകർന്നു കിടക്കുന്നത് കാണുന്നവർ എത്ര പേരിനകത്തുണ്ട്? How many of you can see with your spiritual eyes that the wall is broken പ്രാർത്ഥനാ down? ജീവിതം എന്ന മതിലൊന്ന് കെട്ടിപ്പണിയാമോ? Can we rebuild the wall of prayer? മതിലുകളെ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. Oh walls, don't stay silent. മതിലുകളെ നിങ്ങൾ കരയാതിരിക്കരുത്. Oh walls, don't stop crying. മതിലുകളെ നിങ്ങൾ കണ്ണുനീരൊഴിക്കാതിരിക്കരുത്. Oh walls, don't don't stop crying. ഈ ശത്രുവിന്റെ പോരുകൾ ജയിക്കാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. We need the power of God in order to overcome the schemes of the devil. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? How many of you would pray for the power of God? ശത്രു ശക്തനാ, അവന്റെ The enemy സ്കീമുകളെ is അറിയുക. strong and his schemes are powerful. അവന്റെ സ്കീമുകളെ അറിയുക. We have to know the schemes. കോംപ്രമൈസിന് പോകാതെ എതിർത്ത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക. Don't go for compromise but resist. കോംപ്രമൈസിന് പോകല് ലോകവുമായിട്ട് റെസിസ്റ്റ് ചെയ്യുക. Don't go for compromise with this world but resist the schemes. റെസിസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ If you are ready to resist, ജയിപ്പിക്കുവാൻ ശക്തനായവൻ കൂടെയുണ്ട്. our God is യുദ്ധം ചെയ്യാൻ ദൈവം കൂടെയുണ്ട്. God will be with you to fight. എത്ര വലിയ കൂട്ടുകെട്ടുണ്ടാകട്ടെ, Let the enemy have a good എത്ര group. പരിഹാസമോ നിന്നയുണ്ടാകട്ടെ, Let them ridicule you or reproach you. ജയിപ്പിക്കുവാൻ കഴിവുള്ളവൻ കൂടെയുണ്ട്. But the God will make us winners. നെഹമ്യാവേ, നിന്റെ കംഫോർട്ട് സോൺ വിട്ട് നീ ഇവിടെ വന്നെങ്കിൽ, Nehemiah, if you have left your comfort zone to come here, സ്വന്തം സഹോദരങ്ങളുടെ വാക്കുകൾ കേട്ട് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നീ ഇറങ്ങി തിരിച്ചെങ്കിൽ, if you have took the initiative to go rebuild the wall, ഇവിടെ കൊണ്ടുവന്ന് പരിഹാസ വിഷയമാക്കി തീർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. God will not make you a public shame. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി വന്ന സഹോദരനോട് ഞാൻ പറയാം, To the brothers and sisters who came out to this faith പരിഹാസവും by നിന്ദയും yourself, ഒത്തിരി നിങ്ങൾ സഹിക്കുന്നുണ്ട്. you may have faced a lot of ridiculing. ഒരു കുറുക്കൻ കയറിയാൽ പൊളിഞ്ഞു വീഴുമെന്ന് പലപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്. Maybe people are telling you that you are too weak. നിങ്ങളെ നിരാശയിലേക്ക് ആഴ്ത്തിവിടുവാൻ ശത്രു ശ്രമിക്കുന്നുണ്ട്. The enemy might be trying to discourage you. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് കൊണ്ടുവന്ന് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. Maybe you are going through financial crisis. വഞ്ചനയുടെ ആത്മാവ് ശത്രു നിങ്ങളെ എതിരേറ്റ് വരുന്നുണ്ട്. The enemy might be trying to deceive you. നിങ്ങൾ അറിയാം, നിങ്ങളെ കൊല്ലുവാൻ, ശരീരം ക്ഷീണിപ്പിച്ച് കളയാൻ, രോഗം ഇട്ടുതരാൻ പിശാച് നോക്കുന്നുണ്ട്. The enemy might be trying to kill you and make you sick. ഇന്ന് പകൽ അതിനെ നോക്കി തിരിച്ചു പറ, ധൈര്യത്തോടെ പറ, But looking at that, say സ്വർഗ്ഗത്തിലെ so. ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. Oh, the God of heaven will be with സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളുടെ us. കാര്യം സാധിപ്പിക്കും. God of heaven will be with എത്ര പേരെ us. കൂടെ ചേർന്ന് പറയൂ, സ്വർഗ്ഗ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും. Hallelujah, hallelujah. ആജമാന ധനാരമാന ഘടക സിയാന്താനിയ റീമാന ഷിയാന്തോരിയ, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. Hallelujah. Thank you, Jesus. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധിയിൽ. നമുക്ക് ഈ ശത്രുവിന്റെ പോരുകൾ ജയിക്കുവാൻ In order to overcome the schemes of Satan, ദൈവകൃപ ആവശ്യമാണ്. we need the power of God, the grace of God. ദൈവകൃപ ആവശ്യമാണ്. We need the grace of God. Know the schemes of the devil. ശത്രുവിന്റെ തന്ത്രങ്ങളെ അറിയുക, അത് റെസിസ്റ്റ് ചെയ്യുക, അതിനെ തോൽപ്പിക്കുക. തോൽപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല, തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു സേനാനായകൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ വീണു പോകാതെ താണു പോകാതെ നിത്യത വരെ പുകണിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രബോധനമാണ്. ശത്രു ശക്തനാണ്, അവന്റെ സ്കീമുകൾ അറിയുക, അവനെ എതിർക്കുക, തോൽപ്പിക്കുക. ചേർന്ന് പാടാം, തന്നിടുക നിൻ കൃപാവരങ്ങൾ ഈ പോരാട്ടത്തിൽ ജയിക്കുവാൻ. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നു
പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രു തന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ ഭാരം പ്രയാസമേറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും ഭാരം പ്രയാസം വേറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും മനമറിയും അരുമനാഥൻ അരികിലുണ്ട് തളരുകില്ല തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ വിശാലമുലനടിച്ചിടുമ്പോൾ ആശാവീരൻ ഞാനായിടുമ്പോൾ വിശാലമുലനടിച്ചിടുമ്പോൾ ആശാവീരൻ ഞാനായിടുമ്പോൾ ഞാനാകുന്നെന്ന് ഇൻപാമാം ശബ്ദം പിന്നിൽ കേട്ടിടും തന്നിടുക നീൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ജീവാകിരീടം ഞാൻ കയ്യിലുള്ളൂ ജീവാപുസ്തകം തുറന്നിടുവേ ജീവാകിരീടം തൻ കയ്യിലുള്ളൂ ജീവാപുസ്തകം തുറന്നിടുവേ ജീവിതശുദ്ധി പാലിച്ചവർത്താൻ ചാരത്തണഞ്ഞു ഒതിച്ചിടുമേ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തമ്മിൽ കണ്ടാന് നിൽക്കുന്ന നമ്മൾ കണ്ണുനീർ തുടച്ചിടും നാൾ തമ്മിൽ കണ്ടാന് നിൽക്കുന്ന നമ്മൾ കണ്ണുനീർ തുടച്ചിടും നാളെന്നു കാണുമോ എന്നു സാധ്യമോ അന്നു തീരുവേ പാരിൽ ദുരിതം തന്നിടുക നീൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നീൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രു തന്നുടെ പ്രിയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ ശാലമുലടിച്ചിടുമ്പോൾ ആശാവീരനെ ഞാനായിടുമ്പോൾ വിശാലമുലടിച്ചിടുമ്പോൾ ആശാവീരനെ ഞാനായിടുമ്പോൾ ഞാനാകുന്നെന്ന് ഇൻപാമാം ശബ്ദം പിന്നിൽ കേട്ടിടും ഇൻപാമാം ശബ്ദം പിന്നിൽ കേട്ടിടും ഞാനാകുന്നെന്ന് ഇൻപാമാം ശബ്ദം പിന്നിൽ കേട്ടിടും ഇൻപാമാം ശബ്ദം പിന്നിൽ കേട്ടിടും തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർ
ശത്രു തന്നുടെ തീയമ്പുകളെ തന്നുടെ തീയമ്പുകളെ തകർത്തിടുവാൻ തൊടുത്തിടുന്നു തകർത്തിടുവാൻ നീടുക നീ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ നീടുക നിൻ പോരാട്ടത്തിൽ തളർന്നിടാതെ നീടുക നീ കൃപാവരങ്ങൾ തീയമ്പുകളെ തകർക്കുവാൻ കഴിവുള്ള ശക്തി ശത്രു തന്നുടെ തീയമ്പുകളെ ജയിക്കുന്നു 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 പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നിടുക നീ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശാരദനേ ശാരധിമരേ ഭടാരധരാജി മനധിമരേ നിരാശകളെ ജയിക്കുകയോ അപവാദങ്ങളെ ജയിക്കുകയോ ശത്രു തോൽക്കട്ടെ എന്റെ ജനത്തിനെതിരെ പിശാച് വെക്കുന്നു ശക്തിയോടെ തേരധികട്ടെ ശത്രുവിന്റെ പോരുകളെ അറിയുക, അതിനോട് എതിർത്ത് നിൽക്കുക, ആത്മാവ് ജയിക്കാൻ തയ്യാറാകുക. ശത്രു കൂട്ടുകെട്ടുണ്ടാക്കി ശത്രു പറയുന്ന ഒരു പദമുണ്ട്, അവരറിയാതെ അവരെ കൊല്ലണം, അവരറിയാതെ അവരെ കൊല്ലണം, അവരറിയാതെ അവരെ കൊല്ലണം. നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവനെടുക്കാൻ പിശാച് വെല്ലുവിളിക്കുന്നു. ആത്മാവിൽ ദൂതിയം വിളിച്ചു പറയുക, ഇന്ന് പകൽ തിരിച്ചറിയണം. ആത്മാവിൽ ദൂതിയം വിളിച്ചു പറയുക, വ്യക്തിപരമായ ആരെങ്കിലും കൊല്ലിക്കാൻ വേണ്ടി പറയുന്നതല്ല, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. വഴിയിൽ വെച്ച് നശിപ്പിച്ചു കളയാ, പകുതിക്ക് വെച്ച് എടുത്തു കളയാ, പിശാച് വെല്ലുവിളിക്കുന്ന പോരുകളെ ഈ പകൽ അറിയണം. Know the schemes of the devil. He is trying to destroy you at halfway. We have to recognize and be vigilant against the schemes of the devil. എനിക്ക് പ്രവചന ശുശ്രൂഷ ഉണ്ടായിരുന്നു, ഇന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇന്ന് പലതും പ്രവചിച്ചു പറയാത്തത് എന്തെന്നറിയാമോ? നിങ്ങളിൽ 99% ആൾക്കാരെ എനിക്കറിയാം. നിങ്ങളുടെ ചെറുതും വലുതും കാര്യങ്ങൾ എനിക്കറിയാം. പറഞ്ഞാൽ ഭാഷ അറിഞ്ഞിട്ട് പറയാന്ന് പറയും, അതുകൊണ്ടാണ് പ്രവചിക്കാത്തത്. പക്ഷെ ഞാനൊരു കാര്യം ആത്മാവിൽ പറയാം, പിശാച് തന്ത്രം മെനയുന്നുണ്ട് പകുതി വഴിയിൽ എടുത്തു കളയാൻ.
നിങ്ങളറിയാതെ എടുത്തു കളയാൻ. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു മതിൽ, നമ്മുടെ സഭയുടെ ഒരു മതിൽ, ഒരു പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അറിയാതെ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ചില ദിവസം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് അർത്ഥം വന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർക്ക് ഓർമ്മയുണ്ടോ അന്ന് എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചത്? അതിനെയാ വിവേചനം എന്ന് പറയുന്നേ, അതാ മതിൽ കെട്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നേ, അതാ നേരത്തെ സ്കീം അറിയാന്ന് പറയുന്നേ. തിരിച്ചറിഞ്ഞ് നമ്മളെ പകുതി വഴിക്ക് ഇല്ലാതാക്കി കളയാൻ പിശാച് വെല്ലുവിളിക്കുന്ന പോരുകളെ റൂമിനകത്ത് അറിയണം. മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള മതിലുകൾ എഴുന്നേൽക്കണം. ഇന്നത്തെ ഈ ദൂത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ദൈവം പറയുന്നു, പോരാടി പ്രാർത്ഥിക്കാൻ ജനം തയ്യാറാകണം. സഹോദര, ശരീരം ക്ഷീണിപ്പിച്ച് എനിക്കിനി കട്ടയും കല്ലും മണ്ണൊന്നും പറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ശരീരം ക്ഷീണിപ്പിക്കാൻ പിശാച് നിന്നെ നിരാശയിലേക്ക് കൊണ്ടുപോകാൻ തന്ത്രമെനയുക. പക്ഷെ തിരിച്ചു പറയണം, ഇല്ല, എനിക്കൊരു ഓട്ടം മുൻപിലുണ്ട്. ആ ഓട്ടം ഞാൻ ഓടി തികയ്ക്കും. തിരിച്ചു പറ, പിശാചിനോട് പറ. ഈ ദൂത് മനസ്സിലാകുന്നവർ, ആരും കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഹൃദയത്തിൽ വിളിച്ചു പറ, ദൂട്ട പിശാച്, നിനക്കെന്നെ നിരാശയായിട്ട് തോൽപ്പിക്കാൻ പറ്റത്തില്ല, നിനക്കെന്നെ അപവാദം തോൽപ്പിക്കാൻ പറ്റത്തില്ല, നിനക്കെന്നെ കൂട്ടുകെട്ട് തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം യുദ്ധം ചെയ്യാൻ സേനാ നായകനായി എന്റെ കൂടെ കർത്താവുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ആൽബനി ചർച്ചിനെതിരെ നിൽക്കുന്ന വെല്ലുവിളികളെ യേശുവിന്റെ നാമത്തിൽ ജയിച്ചു കയറുക. എന്റെ കൂടെ ആത്മാവിൽ ആരാധിപ്പാ, പോരാടി പ്രാർത്ഥിപ്പാ. എത്ര വരി പകലുണ്ട്. അർത്ഥന രമാനവ ശാന്താരാധന. മതിൽ പൊളിയുന്നു. മതിലുകൾ കെട്ടിപ്പണിയാൻ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. എത്ര നാളായി ഈ മതിലിന്റെ ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുന്നു? ഫില്ല് ചെയ്യണ്ടേ? എത്ര നാളായി ഒന്നിച്ചൊന്ന് ഭാര്യയും ഭർത്താവും ഒരു ബെഡിൽ കിടന്നിട്ട് ദൈവം വിവേചിക്കുക, ഡിസൈൻ ചെയ്ത് വിവേചിച്ച് പറയുക. എത്ര നാളായി മോനുമായി ഒന്ന് മനസ്സോർന്ന് സംസാരിച്ചിട്ട്? എത്ര നാളായി നിന്റെ കുഞ്ഞിനെ ഒന്ന് മനസ്സോർന്ന് വഴക്ക് പറഞ്ഞിട്ട്? ഈ ഗ്യാപ്പ് ഇന്ന് പകല് ഫില്ലാകണം. ഗ്യാപ്പ് ഫില്ലാകുന്ന ചില ബ്രിഡ്ജുകളായി നമുക്ക് മാറാം. ബന്ധങ്ങളെ അടുത്തു കൊണ്ടുവരാൻ ചില ബ്രിഡ്ജായി മാറാം. കർത്താവേ, ഞാനൊരു ബ്രിഡ്ജാകാൻ ആഗ്രഹിക്കുക. ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു ബ്രിഡ്ജായി. രണ്ടു തവണ മിണ്ടാതിരിക്കുന്നത് കേട്ട ഗ്യാപ്പ് അകത്തുന്ന പരിപാടി നിർത്തിക്കോണം. നിർത്തിയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ബ്രിഡ്ജായി മാറാൻ. യേശുവിന്റെ നാമത്തിൽ പിശാച് ഇന്ന് മകൻ നിന്റെ പോരാട്ടത്തെ, ആ പോരുകളെ, ആ തന്ത്രത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ആരാധിക്കുക. സ്നേഹിത, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ ഇറങ്ങി തിരിച്ചതുകൊണ്ട് നീ അപമാനം സഹിക്കുന്നുണ്ട്, നിന്ദകൾ സഹിക്കുന്നുണ്ട്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ നീ ഫൈനാൻഷ്യൽ ക്രൈസിസിലായി. നീ ഒത്തിരി മോർഗേജ് എടുക്കേണ്ടി വന്നു. ലജ്ജിച്ചു പോകുമെന്നൊക്കെ ചിന്തിച്ചാ നിൽക്കുന്നേ. പക്ഷെ ഞാൻ നിങ്ങോട്ട് പറയാം, കൊട്ടാരത്തിൽ നിന്ന് നെഹമ്യാവെ നീ ഇറങ്ങി തിരിച്ചപ്പോൾ അനുകൂലമായ ഒരു ദയയുള്ള കയ്യെ നീ കണ്ടില്ലേ? റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ നിന്നെ കിട്ടിയില്ലേ? ആ സെയിം ദൈവം 52 ദിനം കഴിഞ്ഞപ്പോഴും കൂടെ ഉണ്ടെന്ന് 2018 നിന്റെ കൂടെ നിന്റെ പേപ്പർ മൂവ് ചെയ്യാൻ കർത്താവിന്റെ കരം ചലിച്ചെങ്കിൽ 2021 ചലിക്കാൻ ആ കരമുണ്ടെന്ന്
ഇന്ന് പകൽ വിശ്വസിച്ചേ മതിയാകൂ. ഈ മെസ്സേജ് ഏറ്റെടുത്തേ മതിയാകൂ. പിശാചിന്റെ തല തകർന്ന മെസ്സേജ് ആയത്. ഇന്ന് പകൽ പറയണോ, ആ ദൈവത്തിന്റെ കരം എനിക്കുണ്ട്. ഒരു നിമിഷം കണ്ടു കിടക്കാൻ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എനിക്കറിയാം സമയം ഒത്തിരി പോയെന്ന് എനിക്കറിയാം. എനിക്കും വേഗത്തിൽ സ്പ്രിംഗ്ഫീൽഡ് പോകണമല്ലോ. പക്ഷേ എനിക്ക് പണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് വന്ന് പറയുന്നത് പോലെ ആത്മദർശനം ഞാൻ കാണുകയാണ്. മിന്നൽ പോലെ ചിലത് താഴെ വീഴുന്നത് പോലെ. ഈ 2 പേരാ 70 പേരെ തിരിച്ചങ്ങോട്ട് വിട്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ തിരിച്ചു വന്നൊരു ദൂത് പറയുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ കണ്ടു അത്ഭുതം, മിന്നൽ പോലെ ചിലത് താഴെ വീഴുന്നു. കൂട്ടുകെട്ടുകൾ ദൈവം നമ്പരം പൊളിക്കും കേട്ടോ, പൊളിക്കും. വില കൊടുത്ത് ഭക്തന്മാർ പണി ആരംഭിക്കുമ്പോൾ, ശരീരവും പണവും മനസ്സും ഹൃദയം ഒരുപോലെ പണിക്ക് വേണ്ടി നിർത്തുമ്പോൾ, അവർക്കെതിരെ ഉള്ള എല്ലാ വാതുവെപ്പുകളെയും യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ ഇന്ന് മകൾ. മുപ്പന്മാരേക്ക് വന്ന് പറഞ്ഞു, മുപ്പന്മാരെ, വാഹന മൃഗം എടുത്തുകൊണ്ട് നെഗമ്യാവ് പോയി സൈറ്റൊക്കെ കണ്ടിട്ട് വന്ന് പറയുക, നമ്മൾ ഇനി അപമാനമാകരുത്. ഇപ്പോൾ അപമാനമായി കിടക്കുക. കേട്ടോണം, ചെവിർന്ന് കേട്ടോ. ഇനി അപമാനമാകാതിരിപ്പാൻ ഒന്നിച്ചു പണിയണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ മുപ്പന്മാർ ഒന്നിച്ചു പറഞ്ഞു, മക്കളെ, കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞ് നീ മാറിയിരിക്കരുത് കേട്ടോ. ഒരു പണി തുടങ്ങാൻ പോകുക. കഴിഞ്ഞ 11 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ഒരു പുനർജന്മം പോലെ ഒരു പണി തുടങ്ങാൻ പോകുക. ഇനി കൂടെ നിന്നോണം. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ദൈവം നമ്മുടെ കൂടെ നിൽക്കും. എഴുന്നേറ്റ് നമുക്ക് പണിയാം. കർത്താവിന്റെ കരം ചലിക്കട്ടെ. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവിന്റെ കരം അനുകൂലമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ വാഴ്ത്തുന്നു. അങ്ങനോട് പറഞ്ഞതായ സന്ദേശം ഞാൻ ഇന്ന് പകൽ പങ്കുവെച്ചു. കർത്താവ്, അപമാനത്തിലും നിന്നയിലും പരിഹാസത്തിലുമായിരിക്കുന്ന ദൈവജനം നിരാശപ്പെട്ട് കർത്താവെ ഫൈനാൻഷ്യൽ ക്രൈസിസിലെത്തി പബ്ലിക്കിൽ അപമാനപ്പെടുത്തുന്നത് പോലെ പിശാച് തന്ത്രം നിൽക്കുന്നതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപമാനങ്ങൾ ദേശത്തുനിന്ന് മാറിപ്പോകട്ടെ. ഷൂഡാമാന സിയാധാനിയ, ചില കുടുംബങ്ങളിൽ അപമാനങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ലെറ്ററുകൾ തടസ്സപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൂരെ നിന്നുള്ള സന്ദേശം കേൾക്കുന്ന എൻ്റെ ജനത്തിന് വേണ്ടി ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കാലം അനുകൂലമായി ചലിച്ചിറങ്ങട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്കീമുകളെ അറിഞ്ഞ് അതിനെ എതിർത്ത് നിന്ന് അതിനെ ജയിക്കുവാൻ ആത്മീയ കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഈ 2021 ദൈവത്തിൽ ചില കരുതലുകൾ കാണുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൽ എല്ലാവർക്കും ഇരിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളെ അറിയുക, അതിനെ എതിർക്കുക, അതിനെ ജയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നിങ്ങളെ സഹായിക്കും.